നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. രഹസ്യ ആണവ പരീക്ഷണം നടത്തിയെന്ന് US ആരോപണം തള്ളി ചൈന. ഇത്തരം അവകാശവാദങ്ങൾ പൂർണ്ണമായും നുണകളാണെന്നും സ്വന്തം ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒഴികഴിവായി US അവ ഉപയോഗിക്കുന്നുവെന്നും ചൈന ആരോപിച്ചു. വെള്ളിയാഴ്ച ജനീവയിൽ നടന്ന UN നിരായുധീകരണ സമ്മേളനത്തിൽ US അന്താരാഷ്ട്ര സുരക്ഷാ സെക്രട്ടറി തോമസ് ഡിനാനോ നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായാണ് ചൈനയുടെ പ്രസ്താവന. 2020 ജൂൺ 22 ചൈന രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയതായും അവർ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നുമായിരുന്നു ഡെയ്നോയുടെ ആരോപണം. USന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും നുണയുമാണ്. സ്വന്തമായ ആണവ പരീക്ഷണങ്ങൾ വീണ്ടും ആരംഭിക്കുന്നതിനുള്ള ഒഴികഴിവുകൾ കണ്ടെത്താനുള്ള USന്റെ ശ്രമങ്ങളെ ചൈന നിഷേധിക്കുന്നു. ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനോട് ചൈന ആവശ്യപ്പെട്ടു. റഷ്യയ്ക്കും ചൈനയ്ക്കും തുല്യമായി US ആണവ പരീക്ഷണം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്ടോബറിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള പരീക്ഷണം പുനരാരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. പോർച്ചുഗലിൽ ഇടത് നേതാവായ ആന്റോണിയോ ജോസ് സെഗൂറോ പ്രസിഡന്റാകും. റൺ ഓഫ് വോട്ടെടുപ്പിൽ സെന്റർ ലെഫ്റ്റ് സ്ഥാനാർത്ഥിയായ ആന്റോണിയോ ജോസ് സെഗൂറോ വൻ വിജയം നേടി. തീവ്ര വലതുപക്ഷ പോപ്പുലിസ്റ്റ് നേതാവായ ആന്ദ്രെ വെഞ്ചൂറയെ പരാജയപ്പെടുത്തിയാണ് സെഗൂറോ പോർച്ചുഗലിന്റെ അടുത്ത പ്രസിഡന്റാകാൻ ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആർക്കും കൃത്യമായ ഭൂരിപക്ഷം 50% കൂടുതൽ ലഭിക്കാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആദ്യത്തെ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ നടത്തുന്ന രണ്ടാംഘട്ട വോട്ടെടുപ്പിനെയാണ് റൺ ഓഫ് വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. പോൾ ചെയ്തതിൽ 95% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ സെഗൂറോ 66% വോട്ടുകൾ നേടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. എതിർ സ്ഥാനാർത്ഥിയും ചേക പാർട്ടിയുടെ നേതാവുമായ ആന്ദ്രെ വെഞ്ചുറയ്ക്ക് 34% വോട്ടുകൾ മാത്രമാണ് നേടാനായത്. നിലവിലെ യഥാസ്ഥിതിക പ്രസിഡന്റ് മാർസലോ റെബേലോ ഡി ഡുസൂസയുടെ പിൻഗാമിയായാണ് മുൻ സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ സെഗൂറോ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. 63 വയസ്സുകാരനായ സെഗൂറയ്ക്ക് രാഷ്ട്രീയ ഭേദമന്യേ വിപുലമായ പിന്തുണയാണ് ലഭിച്ചത്. മിതവാദിയായ ഇദ്ദേഹത്തിന് തീവ്ര വലതുപക്ഷത്തെ തടയാനായി പല പ്രമുഖ യഥാസ്ഥിതിക നേതാക്കളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. സോഷ്യലിസ്റ്റ് ഇതര വ്യക്തികൾ സെഗൂറയെ പിന്തുണച്ച് തുറന്ന കത്തെഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ പ്രധാനമന്ത്രി 2 സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. വെഞ്ചൂറയെ അദ്ദേഹം വംശീയവാദിയെന്നും വർഗീയവാദിയെന്നും നേരത്തെ വിശേഷിപ്പിച്ചിരുന്നു. പോർച്ചുഗൽ പ്രസിഡന്റ് പദവി പ്രധാനമായും അലങ്കാരമാണെങ്കിലും ചില നിർണായക അധികാരങ്ങൾ ഈ സ്ഥാനത്തിനുണ്ട്. പാർലമെന്റ് പിരിച്ചുവിടാനും സ്നാപ്പ് ഇലക്ഷൻ വിളിക്കാനുമുള്ള അധികാരം ഇതിൽ പ്രധാനമാണ്. കൂടാതെ നിയമനിർമ്മാണങ്ങളിൽ വീറ്റോ അധികാരം ഉപയോഗിക്കാനും പ്രസിഡന്റിന് സാധിക്കും. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും 2019 മാത്രം രൂപീകൃതമായ വെഞ്ചൂറയുടെ ചേക പാർട്ടി കഴിഞ്ഞ വർഷം പോർച്ചുഗീസ് പാർലമെന്റിലെ 2ാമത്തെ വലിയ കക്ഷിയായി മാറിയത് രാജ്യത്തെ രാഷ്ട്രീയ മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നു. ഇറാൻ വ്യോമസേന കമാൻഡർമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ഖമേനി. മുപ്പത്തിയേഴ് വർഷത്തിനിടയിൽ ആദ്യമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി എയർഫോഴ്സ് കമാൻഡർമാരുള്ള വാർഷിക യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. 1989 മുതൽ അദ്ദേഹം ചുമതലയേറ്റതു മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ നടത്തിയിരുന്ന ഒരു ചടങ്ങായിരുന്നു കമാൻഡർമാരുടെ വാർഷിക യോഗം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും US ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അസാന്നിധ്യം. രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഇത്. ഈ വർഷം ഖമേനി ഇതിൽ പങ്കെടുത്തില്ല. പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസാഫി അദ്ദേഹത്തിനു വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടു. ഇതിനിടെ അമേരിക്ക ഇറാനുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണ്. ഇറാൻ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കെ അറബിക്കടലിൽ യുദ്ധസജ്ജമായി നിൽക്കുന്ന US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കനിൽ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. എന്നാൽ US ആക്രമണം നടത്തിയാൽ അതൊരു വിശാലമായ പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നും അത്തരം നീക്കം മുഴുവൻ മേഖലയിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US-ഉമായി നടത്തുന്ന ആണവ നിർവ്യാപന ചർച്ചയുടെ ഭാഗമായി യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ ഉപേക്ഷിക്കില്ലെന്ന് ഇതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗച്ചി ഞായറാഴ്ച വ്യക്തമാക്കുകയുണ്ടായി. US-ന്റെ ഭീഷണിയിൽ ഇറാൻ ഭയക്കില്ല എന്നും ടെഹ്റാനിൽ നടന്ന പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. US-ൽ ഇറാൻ അല്പം പോലും വിശ്വാസമില്ലായിരുന്നുവെന്നും
അവർ ചർച്ച പുനരാരംഭിച്ചത് ഗൗരവത്തോടെയാണോ എന്ന സംശയം പോലും ഉണ്ടെന്നും അരാഗച്ചി പറഞ്ഞു. വെള്ളിയാഴ്ച ഒമാനിലാണ് US-ഇറാൻ ചർച്ച വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുടങ്ങിയത്. ഈ മേഖലയിൽ അവരുടെ സേനാവിന്യാസം നമ്മെ ഭയപ്പെടുത്തുന്നില്ല. നാം അണുബോംബിനായി ശ്രമിക്കുന്നില്ലെങ്കിലും അവർ നമ്മുടെ അണുബോംബിനെ ഭയക്കുന്നു. വൻ ശക്തികളോടില്ല എന്ന് പറയാനുള്ള നമ്മുടെ കരുത്താണ് നമ്മുടെ അണുബോംബെന്ന് അരാഗ്ചി പറഞ്ഞു. ജപ്പാൻ തെരഞ്ഞെടുപ്പ് LDPക്ക് ജയം. ജപ്പാനിൽ ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സാനായി തകായിച്ചി നേതൃത്വം നൽകുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ജയത്തിലേക്ക്. LDP കേവല ഭൂരിപക്ഷം മറികടന്നതായി ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 465 അംഗ പാർലമെന്റിൽ 316 സീറ്റിൽ LDP ജയം നേടുമെന്നാണ് വിവരം. നേരത്തെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിലും LDP മികച്ച വിജയം നേടുമെന്ന് പ്രവചിച്ചിരുന്നു. 2017 ശേഷം പാർട്ടി കൈവരിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണിത്. കടുത്ത ചൈന വിമർശകയായ തകായിച്ചി 2025 ഒക്ടോബറിലാണ് LDPയുടെ നേതാവും ജപ്പാന്റെ പ്രധാനമന്ത്രിയുമായത്. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയും LDPയുടെ മുൻ സഖ്യകക്ഷിയായ കൊമേത്തയും ചേർന്നുണ്ടാക്കിയ സെൻട്രിസ്റ്റ് റിഫോം അലയൻസ് വൻ പരാജയം നേരിട്ടു. തിരക്കേറിയ ഹൈവേയിൽ ചെറുവിമാനത്തിന് അടിയന്തര ലാൻഡിംഗ്, വാഹനത്തിലിടിച്ച് അപകടം. തിരക്കേറിയ ഹൈവേയിൽ വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് നിരവധി വാഹനങ്ങളിടിച്ച് അപകടമുണ്ടായത്. ജോർജിയയിലെ ഗെയിൻവില്ലയിൽ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. അപകടത്തിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവരുന്നുണ്ട്. പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന സിംഗിൾ എഞ്ചിൻ വിമാനമാണ് എഞ്ചിൻ തകരാറിനെ തുടർന്ന് തിരക്കേറിയ റോഡിലിറക്കിയത്. ലീ ഗിൽമർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെ ഹാവ്കർ ബീച്ച് ക്രാഫ്റ്റ് BE-36 ശ്രേണിയിൽപ്പെട്ട വിമാനത്തിന് തകരാർ സംഭവിക്കുകയായിരുന്നു. തുടർന്ന് വിമാനത്താവളത്തിലേക്ക് തിരികെ പറക്കാനുള്ള ശേഷിയില്ലാതായതോടെയാണ് വിമാനം തിരക്കേറിയ റോഡിലിറങ്ങിയതെന്നാണ് വിവരം. അടിയന്തര ലാൻഡിങ്ങിന് പിന്നാലെ വിമാനം റോഡിലുണ്ടായിരുന്ന കാറുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 3 വാഹനങ്ങൾക്ക് അപകടത്തിൽ കേടുപാടുണ്ടായി. വാഹനങ്ങളിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാരമായ പരിക്കുമുണ്ട്. സംഭവത്തെ തുടർന്ന് വെനസ്വേലയിലെ റോഡ് അടയ്ക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തു. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ അഭയാർത്ഥി ബോട്ട് മറിഞ്ഞ് കാണാതായ 53 പേർ മരിച്ചെന്ന് നിഗമനം. അഭയാർത്ഥികളുമായി പോയ ബോട്ട് വെള്ളിയാഴ്ച മെഡിറ്ററേനിയൻ കടലിൽ ലിബിയൻ തീരത്ത് മറിഞ്ഞ് കാണാതായ 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള 53 പേർ മരിച്ച നിഗമനം. ലിബിയൻ അധികൃതർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ നൈജീരിയൻ സ്വദേശികളായ 2 സ്ത്രീകളെ മാത്രമാണ് രക്ഷിക്കാനായതെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അറിയിച്ചു. രക്ഷപ്പെട്ടവരിൽ ഒരാളുടെ ഭർത്താവിനെയും മറ്റൊരാളുടെ 2 കുഞ്ഞുങ്ങളെയും കാണാതായിരുന്നു. വ്യാഴാഴ്ച സാവിയയിൽ നിന്ന് പുറപ്പെട്ട ബോട്ട് വെള്ളിയാഴ്ച സുവാര തീരത്ത് മറിയുകയുമായിരുന്നു. ലിബിയൻ തലസ്ഥാനമായ ട്രിപ്പോളിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തീരദേശ പട്ടണമാണ് സാവിയയും സുവാരിയും. UN ഏജൻസിയുടെ കണക്കനുസരിച്ച് 2025 മധ്യ മെഡിറ്ററേനിയൻ കടലിൽ 1300-ലധികം അഭയാർത്ഥികളെ കാണാതായിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ജനുവരിയിൽ മാത്രം ഈ പ്രദേശത്ത് കുറഞ്ഞത് 375 അഭയാർത്ഥികളെ കാണാതായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.